ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് സാധാരണ കർക്കിടക മാസത്തിൽ ഉണ്ടാക്കുന്ന ഒരു കഞ്ഞിയാണ്, ഉലുവ കഞ്ഞി. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം हम बनाने जा रहे मेथी का कन्नी है. मानसून में सब लोग केरला में बनाता है, वही कन्नी है. दिखाएंगे कैसे बनाएंगे. अरा कप उलुवा 6 मणिक्കൂർ കുതിർത്തതാണ്. 6 घंटा भिगो कर रखा हुआ मेथी है. ये अच्छा से धो के डाला है. एक पानी फेंकना नहीं, ऐसे डालेगा. अभी 3 कप पानी डाला है, गरम हो गया. इसमें डाल रहे हैं. ഈ വെള്ളം പോലും കളയാതെ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. 3 കപ്പ് വെള്ളത്തിനകത്താണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ആധാ കപ്പ് ചാവൽ. देखिए ऐसा लाल वाला चावल है. നമ്മുടെ ചുമന്ന അരിയാണ് എടുത്തിരിക്കുന്നത്. അര കപ്പ് അരിയെ 6 മണിക്കൂർ കുതിർത്ത്. एक ऐसा वाला लाल वाला चावल आधा कप 6 घंटा भिगो कर रखा था, वो भी पानी के साथ डाल रहे. अच्छा से धो कर रखा था. നല്ലതായിട്ട് കഴുകി വെച്ച അരിയാണ്. നമുക്ക് അതും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ജീരകം 1/2 ടീസ്പൂൺ, ജീര 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ നമക്, 1 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ചോട്ട പ്യാജ്, ചെറിയ ഉള്ളി കുറച്ച് എടുത്തിട്ടുണ്ട്, നമുക്ക് രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ടിട്ട് കൊടുക്കാം. 3 വിസിൽ വരെ നമുക്കിത് വേവിച്ചെടുക്കാം. 3 വിസിൽ होने तक ये अच्छा से हो जाएगा. ये बंद करके रखेंगे. നമുക്ക് അടച്ചു വെച്ച 3 വിസിൽ വരെ വെയിറ്റ് ചെയ്യാം. നല്ലൊരു വലിയ തേങ്ങയുടെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് തേങ്ങാപ്പാൽ ഉണ്ടാക്കാം. एक बड़ा वाला नारियल का आधा लिया है. इसके से हम लोग दूध निकाल देंगे. मिक्सी के जार में डालेंगे. മിക്സിയുടെ ജാറിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിക്കുകയാണ്. 1 കപ്പ് പാനി भी डाल के अच्छे से पीसना है. നല്ലതായിട്ട് നമുക്കിതൊന്ന് അരച്ചുകൊണ്ട് വരാം. തേങ്ങ നല്ലതായിട്ട് ഞാൻ അരച്ചിട്ടുണ്ട്. നല്ലതായിട്ട് അരച്ചാലേ നല്ല കട്ടിയുള്ള പാല് കിട്ടത്തുള്ളൂ. नारियल हम अच्छे से पीस के आया है. अच्छे से पीसेगा तो अच्छा मोटा वाला दूध मिलेगा. अभी छान के लेके आएंगे. നമുക്കിതൊന്ന് അരിച്ചുകൊണ്ട് വരാം. നല്ല കട്ടിയുള്ള പാല് നമുക്ക് കിട്ടിയിട്ടുണ്ട്. अच्छा मोटा वाला दूध मिला है. हम लोग रखेंगे वो नारियल. चाहिए तो और थोड़ा पानी डाल के, कन्नी थोड़ा पतला करना है तो और थोड़ा पानी डाल के पीस के वही दूध डाल के और पतला करना है. കഞ്ഞി നീട്ടി എടുക്കണമെങ്കിൽ ആ തേങ്ങയ്ക്കകത്തോട്ട് ഇത്തിരി കൂടെ വെള്ളം ഒഴിച്ച് നമുക്ക് കുറച്ചും കൂടെ പാലെടുത്ത് നീട്ടിയാൽ മതി. ഗ്യാസ് എല്ലാം പോയിട്ടുണ്ട്. ഗ്യാസ് പൂരാ ഹോഗിയ. നമുക്ക് തുറന്ന് നോക്കാം. अच्छे से पक गया है. दूसरा पैन में डालेंगे. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേറൊരു പാനിനകത്തോട്ട് ഇത് മാറ്റാം. നമുക്ക് വേറൊരു പാനിനകത്തോട്ട് ഇടാം. दूसरा पैन में डालेंगे. ഞാൻ പാനിനകത്തോട്ട് നമ്മുടെ ഉലുവ കഞ്ഞി മാറ്റിയിട്ടുണ്ട്. പാൻ में मेथी का कन्नी डाला है. अभी ഗൂഡ് डालेंगे. आधा कप ഗൂഡ്, 1/2 കപ്പ് ശർക്കരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് തികച്ചും ഓപ്ഷണലാണ്. ये पूरा ऑप्शनल है. पसंद है तो डालेगा, नहीं है से एक स्टेप स्किप करेंगे. एक गुड़ अभी डाल के अच्छा से मिलाएंगे. നമുക്ക് ഗൂഡ് ഇട്ടിട്ട് ശർക്കര ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഡയബറ്റിക് പേഷ്യൻസിന് ഒത്തിരി നല്ലതാണ്. ശർക്കര ഇടാതെ നമുക്ക് ഡയബറ്റിക് പേഷ്യൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ശർക്കര ഇട്ടാൽ മതി. ഗൂഡ് डायबिटिक पेशेंट्स के लिए स्किप करना है. पसंद है तो खाली डालेंगे. अच्छा से मिक्स करके बॉईल करने के लिए रखेंगे. നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ബോയിൽ ചെയ്യാൻ വെക്കാം. ശർക്കര ഇട്ടിട്ട് നല്ലതായിട്ട് തിക്കായി കഴിഞ്ഞു. ഗൂഡ് भी डाल के देखिए अच्छे से थिक हो गया. നമുക്കിപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കാം. नारियल का दूध डाल के कोकोनट मिल्क डाल के ഓഫ് करेंगे. നമുക്കിപ്പോൾ ഇത് ഓഫ് ചെയ്തേക്കാം. നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. अच्छा मोटा वाला कोकोनट मिल्क डाला है. अच्छे से मिला दीजिए. നന്നായിട്ടൊന്ന് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗ്യാസ് ഓഫ് किया है. കഞ്ഞി അഭി റെഡി हो गया. കഞ്ഞി റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് വേണ്ടിയിട്ട് ഒന്ന് കടുക് വറുക്കാം. इसके लिए तड़का बनाना है. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ घी डाल दें. നെയ്യ് നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. घी अच्छे से गरम हो गया. अब सरसों डालेंगे. നമുക്ക് കടുക് ഇത്തിരി ഇട്ട് കൊടുക്കാം. छोटा प्याज छोटा छोटा काट के रखा है. കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. നമുക്ക് അത് ഇട്ട് കൊടുക്കാം. ഫ്രൈ करने के लिए छोटा है. ഉള്ളി ഫ്രൈ ആയി കഴിഞ്ഞു. നല്ലതായിട്ട് ഉള്ളി ഇട്ടാൽ നല്ല ടേസ്റ്റ് വരും.
अच्छा से छोटा प्याज फ्राई करके डालेगा तो अच्छा टेस्ट आ जाएगा। हम करना तो इतनी करियापत्ता को इट കൊടുക്കാം इसमें थोड़ा करियापत्ता भी डाल के फ्राई करना है। ये നമുക്ക് ഒരു സർവിംഗ് ഡിഷിലോട്ട് മാറ്റാം। കഞ്ഞി एक सर्विंग डिश में डालेंगे। കടുക് വറുത്ത് വെച്ചിരുന്നതാണ് നമുക്ക് ഇതിന്റെ മേളിലോട്ട് ഇട്ട് കൊടുക്കാം। തടുക്കാ ബനായ इसका ऊपर में डालेंगे। നമ്മുടെ കർക്കിടകത്തിലെ ഉലുവ കഞ്ഞി റെഡി ആയി കഴിഞ്ഞ് നിങ്ങൾ വിചാരിക്കും ഇതിനകത്ത് കയ്പുണ്ടെന്ന്. ഒട്ടും തന്നെ ഇതിന് കയ്പില്ല. പറഞ്ഞാൽ വിശ്വസിക്കത്തില്ലെങ്കിൽ നിങ്ങൾ തന്നെ ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ളതും ഒത്തിരി നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ഒക്കെ ഒത്തിരി കൂടാനും ഇത് ഒത്തിരി സഹായിക്കുന്നതാണ്. കർക്കിടകത്തിൽ സമയത്ത് ഈ കഞ്ഞി കുടിച്ചാൽ ഒത്തിരി ബെനിഫിറ്റ് കൂടുതലാണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. सब लोग घर में थोड़ा ट्राई करके देखिएगा। मानसून सीजन में ये खाने से हेल्थ बेनिफिट है, इम्यूनिटी पावर ज़्यादा हो जाएगा, सब लोगों को पसंद भी हो जाएगा, बिल्कुल तीता नहीं है। आप लोग थोड़ा ट्राई करके देखिएगा। प्लीज़ लाइक शेयर एंड सब्सक्राइब। थैंक यू फॉर वॉचिंग।